ഹായ് ഹലോ ഫ്രണ്ട്സ്, TMT കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇതുപോലെ ഉള്ള സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊന്നുമല്ല, കുറച്ച് ചിക്കൻ ലെഗ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന ഒരു 8 പീസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് തൈരാണ്. ഒരു വലിയ സ്പൂണ് തൈര് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ട മസാലക്കൂട്ടുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ജാറിലോട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുക. പിന്നെ ചെറിയുള്ളൊരു 10 ചെറിയുള്ളി എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായ്മുളകാണ്, ഒരു പിടി കായ്മുളക്, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുരുമുളകും 1 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം. വെള്ളം ചേർക്കാതെ ഒന്ന് ചതുങ്ങി കിട്ടിയാൽ മതി, അധികം അരയണ്ട, പേസ്റ്റ് പോലെ അരയണ്ട. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമുക്കിനി നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും ചിക്കനിലോട്ട് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചിക്കൻ്റെ എല്ലാ ഭാഗവും ആകുന്ന വിധത്തിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് വേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി ഒരു വലിയ 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മുളക് മറ്റേത് ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 1 സ്പൂണ് ഗരം മസാല. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്, 2 സ്പൂണ് കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ ചെറുനാരങ്ങയാണ്, ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പൊരിക്കുന്നത്. ചിലർ ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് പൊരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാകുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കുറച്ച് എണ്ണയിൽ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചേർക്കാത്ത ഒരുപാട് മസാലക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്നതാണ്. കുറച്ച് പണിയുണ്ട്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം അടച്ച് വെക്കാം, കാരണം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടച്ച് വെച്ചതോട് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് പെട്ടെന്ന്.
ഓക്കെ, അപ്പോൾ മറ്റേ ഭാഗം കൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ ഉണ്ട്, ബാക്കി ഒരു 3 പീസും കൂടി ഉണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മസാലക്കൂട്ടുകൾ, ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ അതിൻ്റെ മേലേക്ക് പുരട്ടി കൊടുക്കുക. ഇതുപോലെ ഇതും കൂടി നമുക്ക് മൊരിഞ്ഞ് വന്ന് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചൂടോട് കൂടിയുള്ള ചിക്കൻ ലെഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഓക്കെ, അതുപോലെ വീട്ടുകാർക്കും ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇതുവരെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇത്രയും സമയം കണ്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. വീണ്ടും വരുന്നത് വരെ ബൈ.